ഡോക്ടറെ 2026-ലും യക്ഷിയുണ്ടോ? 2026-ലല്ല, ലോകം എന്നുവരെ നിലനിൽക്കോ ഈ വിശ്വം ഈ പ്രപഞ്ചം എന്നുവരെ സാധ്യതയുണ്ട്, അതുവരെ യക്ഷിയുണ്ടായിരിക്കും. അത് താങ്കളിപ്പം പുറത്തിറക്കിയ ഒരു പുസ്തകം വശ്യ, അതിനകത്ത് യക്ഷിക്കഥകൾ പച്ചയായി തന്നെ പറയുന്നുണ്ടല്ലോ. അതെ, ഒരു അനുഭവത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് അനുഭവവേദ്യമായ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോഴേ ആ റിയാലിറ്റി ആ യാഥാർത്ഥ്യം, അതായത് ആ റിയാലിറ്റി ജനമനസ്സുകളിലേക്ക് കുടിയേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ 2 കുട്ടികൾ യക്ഷിയെ കണ്ടു എന്ന് താങ്കൾ അടിവരയിട്ട് പറയുന്നു. അതിനുവേണ്ടി ഒരു പുസ്തകം ഇറക്കി. ഇത് പിന്നെ ഈ കാലഘട്ടം വിശ്വസിക്കുമോ യഥാർത്ഥത്തിൽ? ഇത് യഥാർത്ഥത്തിൽ 2 കുട്ടികൾ യക്ഷിയെ കണ്ടിട്ടില്ല. 2 കുട്ടികൾ യക്ഷിയെ കണ്ടവരുടെ ഒരു പ്രതീകം മാത്രമാണ്. അപ്പോൾ യക്ഷിയെ കണ്ടവർ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബോധത്തിൽ നിന്ന് മറ്റൊരു ബോധത്തിലേക്കുള്ള ഒരു യാത്രാമധ്യേ 2 ബോധങ്ങൾ തമ്മിലുള്ള ആ മധ്യേ നടക്കുന്ന ഒരു സംഭവ വികാസമാണ് ഈ കുട്ടികളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ഈ യക്ഷിക്കഥകൾ താങ്കൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ചേർത്തു എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ അല്ല, പറ്റുമോ? അത് ജീവിതം മുഴുവൻ അങ്ങനെയാണ്. ജീവിതം മുഴുവൻ നമ്മൾ ഈ പൊടിപ്പും തങ്ങലുകളുണ്ട്. നമ്മൾ കാണുന്നതിനെ മുഴുവൻ വിശ്വസിക്കുകയും കാണാത്തത് മുഴുവൻ അന്ധവിശ്വാസമായി കരുതുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസം അന്ധവിശ്വാസമായി മാറാതിരുന്നാൽ മതി. വിശ്വാസത്തിന് അകത്ത് തന്നെയാണ് ഈ ബോധവും ഈ ബോധാതിബോധവും നിലനിൽക്കുന്നത്. അപ്പോൾ വശ്യ എന്ന് പറയുന്ന ആ പേരും ഇത് ആളുകൾ യഥാർത്ഥത്തിൽ വശീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഒരു കണക്ക് പറയുന്നത് താങ്കളുടെ പുസ്തകം മണിക്കൂറിനകത്ത് ഇത്രയധികം പുസ്തകങ്ങൾ വിറ്റഴിയപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്താണ് അതിലെ ഒരു വശ്യം ഉള്ളിലിരിക്കുന്നത്? അല്ല, ഈ വശ്യ എന്ന് പറയുന്നത് ഒരു വശ്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ വശ്യ എന്ന വാക്കിൻ്റെ അർത്ഥം വശ്യമെന്നല്ല. വശ്യ എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. വളരെ വളരെ ബോധത്തിലേക്ക് നിൽക്കുന്ന ഒരു സംസ്കൃത പദമാണ്. അതിന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നമുക്ക് കൺട്രോളിങ് അതേഴ്സ് എന്ന് പറയാൻ പറ്റും. അതായത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബോധത്തിന്, ദൈവത്തിനും ഈശ്വരനും ബ്രഹ്മത്തിനും മുകളിലായിട്ട് നിൽക്കുന്ന ഒരു ബോധമുണ്ട്. ആ ബോധമാണ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബോധത്തിൻ്റെ യാഥാർത്ഥ്യം ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ സാധാരണതയിൽ നിന്നും അസാധാരണതയിലേക്ക് നടക്കുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ നിന്നും ദേവത്വത്തിലേക്ക് നടക്കുന്ന ഒരു സങ്കല്പ ബോധമുണ്ട്. അത് ബോധമായി നിൽക്കും, സങ്കല്പമായി നിൽക്കും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പുസ്തകം വശ്യ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഇത്രയും ഭംഗിയായി, ഇത്രയും വേഗതയിൽ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്.